ഹരേ രാമ ഹരേ കൃഷ്ണ. ഇന്ന് പുലർച്ചെ പ്രശ്നം വെച്ചപ്പോൾ ഈ രാശിക്കാർ അത്യപൂർവമായ രാജ നേട്ടത്തിലേക്കാണ് എത്തിച്ചേരുവാൻ പോകുന്നത്. ഈ വരുന്ന വർഷം നിങ്ങളുടെ സമ്പൂർണമായ വിജയത്തിലേക്കുള്ള വർഷമായി തീരും. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം മുഴുവനും വളരെയധികം ഉത്സാഹവും വൈദഗ്ധ്യവും സമഗ്രത എന്നിവയിലൂടെ വളരെയധികം ഗുണങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ ജോലിയിൽ വളരെയധികം അഭിവൃദ്ധി വന്നു ചേരും. നിങ്ങൾക്ക് പുതിയ വീട് വാങ്ങുവാനും വീട് മോടി പിടിപ്പിക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുകയും ചെയ്യും. മക്കളുടെ ജോലി, വിവാഹം ഇവയെല്ലാം അല്പം നീണ്ടു പോകുവാൻ സാധ്യതയുണ്ട്. നവഗ്രഹ ദർശനം നടത്തുന്നത് മൂലം, അതുപോലെ തന്നെ നവഗ്രഹ പൂജ ചെയ്യുന്നത് മൂലവും നിങ്ങൾക്ക് വന്നു ചേരാവുന്ന കഷ്ടതകൾ എല്ലാം ഒഴിഞ്ഞു പോകുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. സ്വന്തം അഭിപ്രായമനുസരിച്ച് ജോലി ചെയ്യുന്നവരാണ് ഇവർ. പുതിയ സംരംഭങ്ങളിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് ഉന്നത നിലയിലേക്കുള്ള സ്ഥാനക്കയറ്റം വന്നുചേരും. വിദ്യാർത്ഥികളുടെ പഠനം വളരെയധികം പുരോഗമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രണയ സാഫല്യത്തിനും വിവാഹ സിദ്ധിക്കും ഈ വർഷം തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് യോഗം വന്നു ചേരും. മാനസികമായ പിരിമുറുക്കം, വാതജന്യ രോഗങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടുവാൻ ഇടയുണ്ട്. വർഷാവസാനം നിങ്ങളുടെ ധനസ്ഥിതി, വർഷാവസാനം നിങ്ങളുടെ സാമ്പത്തിക നില വളരെയധികം ഉന്നതിയിൽ എത്തുന്നതായിരിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. വളരെയധികം ഗുണവും ദോഷവും ഇടകലർന്ന ഫലങ്ങളായിരിക്കും ഇക്കൊല്ലം നിങ്ങളെ കാത്തിരിക്കുന്നത്. പുതിയ ഉദ്യോഗപ്രാപ്തി, നിലവിലെ ജോലിയിൽ നിന്നും അധിക ചുമതല വന്നു ചേരുക, ജോലിയിൽ സ്ഥാനക്കയറ്റം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. വിദേശത്തിന് പഠനം അല്ലെങ്കിൽ തൊഴിൽ അവസരം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. പ്രതികൂല ഫലങ്ങളിൽ വയോജനങ്ങൾക്ക് രോഗം, അകാരണമായ മാനസിക പിരിമുറുക്കം എന്നിവ വന്നു ചേരുവാൻ ഇടവരും. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയ ഗുണമുള്ള വർഷമാണ് ഇത്. ഉപാചപങ്ങളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. കണ്ടകശനി നിങ്ങളെ പിന്തുടരുന്നതിനാൽ വലിയ തോതിൽ പണം മുടക്കി പുതിയ തൊഴിലുകളോ ബിസിനസ്സോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു രീതിയിലും വിജയകരമായി തീരില്ല. മെയ് മുതൽ ജന്മവ്യാഴം സംഭവിക്കുകയാൽ കാർഷികമായും ഔദ്യോഗികമായും വളരെയധികം സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. കാർഷിക രംഗത്ത് പ്രതീക്ഷിച്ച മാറ്റം അല്ലെങ്കിൽ ഒരു വളർച്ച നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. ഗുണദോഷ ഫലങ്ങൾ ആവർത്തിക്കുന്ന വർഷമായിരിക്കും നിങ്ങൾക്കിത്. സങ്കീർണമായ അനുഭവങ്ങളും ആശയക്കുഴപ്പങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. സർക്കാർ ധനസഹായം ലഭിക്കും. ദമ്പതികൾക്കിടയിൽ ഭിന്ന സ്വരങ്ങളുണ്ടാകും. വസ്തു, ഭൂമി ഇടപാടുകൾ നടന്നു കിട്ടുമെങ്കിലും ആദായം ഉണ്ടാകുകയില്ല. വീട്ടിലെ മുതിർന്ന വ്യക്തികളുടെ പരിരക്ഷയിലും ചികിത്സയിലും വളരെയധികം പണം ചെലവാക്കുകയും വളരെയധികം ശ്രദ്ധ നിങ്ങൾക്ക് കേന്ദ്രീകരിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ വർഷം. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഉന്നത സ്ഥാനലബ്ധിക്കും പഠന പുരോഗതിക്കും നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരും. രാഷ്ട്രീയ നേട്ടമുള്ള വർഷമാണ് നിങ്ങൾക്ക്. പുതിയ വീട്ടിലേക്ക് താമസം മാറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സ്വന്തമായി വാഹനം വാങ്ങും. 11 നിന്ന് വ്യാഴം 12 വരികയാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ മാത്രമേ നിങ്ങൾക്ക് മേന്മ, നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ച വന്നു ചേരുകയുള്ളൂ. ഗൃഹസൗഖ്യം, തൊഴിൽ ഭദ്രത എന്നിവ നിങ്ങളെ വളരെയധികം ബാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. മിഥുനക്കൂറുകാർക്ക് വർഷാന്ത്യം
വളരെ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുക. എന്നാൽ കർക്കിടക കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾക്ക് തുടക്കങ്ങളിൽ തന്നെ മുൻതൂക്കം വന്നു ചേരും. ശേഷം 11-ാം വ്യാഴം ആരംഭിക്കും. നിങ്ങളുടെ അനാരോഗ്യം നീങ്ങുകയും ചെയ്യും. അതുപോലെ മനഃശക്തി വന്നു ചേരും. ദോഷാനുഭവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠന വൈകല്യം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭാഗ്യക്കുറവ് എന്നിവ വന്നു ചേരുവാനുള്ള വളരെയധികം സാധ്യതകൾ ഉണ്ട്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്രക്കാർക്ക് അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ നേടുന്നതിന് സാധിക്കും. ഉന്നതരുടെ വിശ്വാസം ആർജിക്കും. കച്ചവടത്തിൽ വളരെയധികം ലാഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കർക്കിടകക്കൂറിൽ വരുന്ന ആളുകൾക്ക് പ്രായേണ ഇക്കൊല്ലം ഗുണാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. 9-ാം ഭാവത്തിലെ രാഹുസ്ഥിതി മൂലം ഭാഗ്യഭ്രംശം, പിതാവിന് ക്ലേശം, ഉപാസനാ ഭംഗം എന്നിവ വന്നു ചേരുവാൻ ഇടയുണ്ട്. 10-ലെ വ്യാഴസ്ഥിതി അനുകൂലമല്ല. ജൂൺ മുതൽ ശുഭ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. നിക്ഷേപങ്ങൾക്കും തൊഴിൽപരമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റത്തിനും ശനിയുടെ ബലം വളരെയധികം കാരണമായി തീരും. ആഗ്രഹിച്ച വിഷയങ്ങളിൽ ഉപരിപഠനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. രാഹുവിൻ്റെ അനിഷ്ടതയാൽ അപ്രതീക്ഷിത യാത്രകളും ചിലവുകളും നിങ്ങൾക്ക് വന്നു ചേരും. പാദരോഗം, ഇഷ്ടബന്ധുക്കളിൽ ചിലർക്ക് ദുരിതങ്ങൾ, ശത്രുക്കളുടെ ഉപാജപം എന്നിവ വന്നു കൂടുവാൻ സാധ്യത ഉണ്ട്. അടുത്തത് മകം രാശിക്കാരാണ്. 2-ാം ഭാവത്തിൽ കേതു, 5-ൽ ആദിത്യനും ചൊവ്വയും, 7-ൽ ശനി, 8-ൽ രാഹു, 9-ൽ വ്യാഴം എന്നിങ്ങനെയുള്ള വർഷാരംഭത്തിലെ ഗ്രഹനില ഈ നാളുകാർക്ക് അനുകൂലമല്ല. അതുപോലെ തൊഴിലിൽ നിങ്ങൾക്ക് വലിയ പുരോഗതി വന്നു ചേരുവാനിടയുണ്ട്. തടസ്സങ്ങളെ അതിജീവിക്കുവാനും സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം, നിങ്ങളുടെ ചുമതലകൾ പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച എന്നിവ വന്നു ചേരാം. ആരോഗ്യപരമായി വളരെയധികം നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇനി വന്നു ചേരുന്നത്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്രക്കാർക്ക് കച്ചവടത്തിൽ വളരെയധികം ധനനേട്ടം വന്നു ചേരും. ചർച്ചകളിലും സംവാദങ്ങളിലും സജീവമായിരിക്കും. പഠനം, ഗവേഷണം എന്നിവയിൽ ഏകാഗ്രതയും ദിശാബോധവും പ്രകടിപ്പിക്കും. കരാർ ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ചെറുപ്പക്കാർക്ക് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെയധികം പണം ചിലവാക്കേണ്ടി വരും. നിങ്ങളുടെ കുടുംബത്തിൽ താങ്ങും തണലുമായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാഹചര്യമൊരുങ്ങും. ചില പൊരുത്തക്കേടുകൾ നിങ്ങളുടെ വീട്ടിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. വർഷത്തിൻ്റെ 2-ാം പകുതിയിൽ കൂടുതൽ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മകൻ്റെ വിവാഹം നടക്കും. തീർത്ഥാടന യോഗം വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഇഷ്ട വിഷയങ്ങളിൽ ഉപരിപഠനം നടത്തുന്നതിനും ഭാഗ്യം വന്നു ചേരും. ഭൂമി വാങ്ങുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. സാമ്പത്തിക വളർച്ചയും വന്നു ചേരുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ നിങ്ങളെ അല്പം ഉപദ്രവിച്ചേക്കാം. സാംക്രമിക രോഗങ്ങൾ വന്നു ചേരാതിരിക്കുന്നതിന് വേണ്ടി വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് നല്ലതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. നവസംരംഭങ്ങളിൽ നിന്നും വളരെയധികം വളർച്ച വന്നു ചേരും. പിതാവിൻ്റെ സ്വത്തിന്മേലുള്ള അവകാശ തർക്കം പരിഹരിക്കപ്പെടും. പുതിയ വീട് വാങ്ങുവാനും യോഗമുണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് വിവാഹയോഗം വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമാണ് കാത്തിരിക്കുന്നത്. സാമ്പത്തിക പരാധീനതകൾ നിലനിൽക്കാം. രാഷ്ട്രീയ പിന്തുണ നിങ്ങൾക്ക് ലഭിച്ചേക്കില്ല. യാത്രകൾ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗുണകരമാവില്ല. ആരോഗ്യശ്രദ്ധ വേണം. മെയ് മുതൽ കൃത്യമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. വിശിഷ്ട വ്യക്തികളുടെ സ്നേഹം നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ സാധിക്കും.
കൂട്ടുകച്ചവടത്തിൽ നിന്നും വളരെയധികം ലാഭം വന്നു ചേരും. സമൂഹത്തിൻ്റെ ആദരവ് നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിനിണങ്ങിയ ജീവിതക്രമം നിങ്ങൾ സ്വീകരിക്കും. ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ, ബിസിനസ്സിൽ മുരടിപ്പ്, ദാമ്പത്യ ക്ലേശം എന്നിവയ്ക്ക് കാരണമാകാം. വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ആത്മസംഘർഷം വന്നുചേരും. ധനവിനിയോഗത്തിൽ നല്ല ശുഷ്കാന്തി പുലർത്തുന്നത് ഗുണകരമായി തീരും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. വീടോ വാഹനമോ നിങ്ങൾക്ക് വാങ്ങുവാനുള്ള ഭാഗ്യം വന്നു ചേരും. തൊഴിൽ രഹിതർക്ക് ചെറിയ വരുമാന മാർഗം തുറക്കപ്പെടും. മക്കളുടെ വിവാഹം നടക്കുകയും ചെയ്യും. കുടുംബകാര്യങ്ങൾക്ക് അധിക സമയം ചെലവഴിക്കേണ്ടി വരും. പൊതുരംഗത്ത് അംഗീകാരം നിങ്ങളെ തേടിയെത്തും. സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുമൊത്ത് യാത്രകൾ വളരെയധികം ചെയ്യേണ്ടി വരും. വാദം, സാംക്രമിക രോഗങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ തേടേണ്ടി വരുന്ന ഒരു വർഷമാണ് ഇനി എത്തിച്ചേരുന്നത്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. കാര്യാലോചനകളിൽ ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളും. ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ നിന്നും വളരെയധികം ധന നേട്ടം നിങ്ങളെ തേടിയെത്തും. നിയമപ്രശ്നങ്ങൾക്കും വ്യവഹാരങ്ങൾക്കും പരിസമാപ്തി ഉണ്ടാകുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ചെറുകിട സംരംഭങ്ങൾക്ക് വ്യാപാരം വിപുലീകരിക്കാനാകും. കഫജന്യ രോഗങ്ങൾ, ഉദര രോഗത്തിനും വൈദ്യസഹായം നിങ്ങൾക്ക് തേടേണ്ടി വരും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. മുൻപ് കഠിനമായി പരിശ്രമിച്ചിട്ടും നേടാത്ത കാര്യങ്ങൾ അനായാസമായി ഈ വർഷം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു ചേരുന്നതാണ്. വാഹനത്തിന് പിഴ ഒടുക്കേണ്ടി വരും. പ്രതീക്ഷിച്ചിരുന്ന സാമ്പത്തിക സഹായം വൈകുവാനും ഇടയുണ്ട്. കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സമയം കൂടിയാണ് വന്നെത്തുന്നത്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. കുടുംബജീവിതം സ്വൈര്യപൂർണമാകും. രഹസ്യമായ നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ നിന്നും വളരെയധികം ആദായം ലഭിക്കുന്നതാണ്. സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം വിജയിക്കുകയും ചെയ്യും. വരുമാന സ്രോതസ്സ് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. യാത്രകൾ അധികരിച്ചേക്കും. കച്ചവടത്തിൽ നിന്ന് ചെറിയ ലാഭം, രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം എന്നിവയിൽ നിങ്ങൾക്ക് താൽപ്പര്യം വന്നു ചേരും. നവഗ്രഹ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം ശ്രമിക്കേണ്ടതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. ആഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിലിൽ വികസനമുണ്ടാകും. മുതൽ മുടക്കിനനുസരിച്ചുള്ള ആദായം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് അധിക ചുമതലകളോ സ്ഥാനക്കയറ്റമോ വന്നു ചേരും. സഹപ്രവർത്തകരുടെ പിന്തുണ വളരെയധികം നിങ്ങൾക്ക് കരുത്തേകും. ഗൃഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കുവാൻ വിഷമിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുടെ കാരണം ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരും. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. വളരെയധികം കഷ്ടതകൾ അധികം അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ് പിന്മാറുന്നത്. പല വിധത്തിൽ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിലീനമായി കിടക്കുന്ന ആത്മശക്തി നിങ്ങൾക്ക് വർദ്ധിക്കും. എതിർപ്പുകളെ മുനയൊടിച്ച് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. പഠനത്തിൽ ദിശാബോധം വന്നുചേരും. അർഹതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിവാഹയോഗം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ജലം മൂലമോ അഗ്നി മൂലമോ അപകടം വന്നു ചേരുവാൻ ഇടയുണ്ട്. വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ രണ്ടു കാര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണഫലങ്ങൾ സമ്മാനിക്കുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. സാങ്കേതിക വിഷയങ്ങളിൽ അറിവ് സമ്പാദിക്കുവാൻ സാധിക്കും. മുഖ്യ തൊഴിലിനൊപ്പം മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ വിജയം. ഭാവനാപരവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ വളരെയധികം വിജയം കൈവരിക്കുവാൻ സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് അവസരങ്ങൾ വന്നുചേരും. കഫജന്യ രോഗങ്ങളിൽ വളരെയധികം കരുതൽ വേണം. സാമ്പത്തിക ഇടപാടുകളിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നത് ധനനഷ്ടത്തിനുള്ള നിങ്ങളുടെ സാധ്യത വളരെയധികം കുറയുന്നതാണ്.
അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി ഉയരും. പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. അവ വിജയപഥത്തിലെത്തിക്കുവാൻ നിങ്ങൾ പ്രയത്നിക്കുന്നതാണ്. സഹായകരമായ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. ന്യായമായ തൊഴിൽ, പ്രണയ സാഫല്യം, വിവാഹസിദ്ധി, സന്താനപ്രാപ്തി എന്നിവ വന്നുചേരും. വസ്തു വാങ്ങുവാനോ ഗൃഹനിർമ്മാണത്തിനോ നിങ്ങൾക്ക് സാഹചര്യമൊരുങ്ങും. ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വളരെയധികം ആവശ്യമാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. സഹോദരങ്ങളുടെ പിന്തുണ വളരെയധികം ശക്തമായി ലഭിക്കും നിങ്ങൾക്ക്. ജോലി സ്ഥലത്ത് നല്ല അന്തരീക്ഷം സംജാതമാകും. ഏജൻസികളോ ഫ്രാഞ്ചൈസികളോ വരുമാന മാർഗം ഇതിലൂടെ വന്നുചേരും. വിദേശ പഠനം, തൊഴിൽ ഇവ പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഗുണകരമായ ഒരു വർഷമാണ്. ഇനി നിരാശപ്പെടേണ്ട കാര്യം ഒന്നും തന്നെയും വന്നുചേരില്ല. വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ പല കാര്യങ്ങളിൽ മനക്ലേശം വർദ്ധിച്ചേക്കാം. ഗൃഹത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ചെലവേറും. കച്ചവടത്തിൽ ആലസ്യം സംഭവിക്കുവാനും ഇടവുണ്ട്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. സ്ഥിര ജോലി, വേതന വർധനവ് എന്നിവ പ്രതീക്ഷിക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾ, ദാമ്പത്യ കാര്യത്തിൽ അനൈക്യം, ഋണബാധ്യതകൾ ഇവയുണ്ടാകാം. ജാമ്യം നിൽക്കുന്നത് വളരെയധികം ശ്രദ്ധയോടെ വേണം. കച്ചവടത്തിൽ മുതിരാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ ക്ലേശങ്ങൾ കുറഞ്ഞു വരുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുന്ന വർഷമാണ്. വർഷാവസാനം തരക്കേടില്ലാത്ത സമ്പാദ്യം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ തേടുന്നവർക്ക് ഈ വർഷം നിരാശപ്പെടുവാൻ ഒരു രീതിയിലും ഇടവരില്ല. വിദേശത്ത് പോകുവാനുള്ള നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. വസ്തു വാങ്ങുന്നതിൽ കബളിപ്പിക്കപ്പെടുവാൻ ഇടയുണ്ട്. ജന്മശനിയുടെ കാലമാകയാൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. നവമാധ്യമങ്ങളിൽ നിന്നും സാന്നിധ്യം ശക്തമാകുകയും ചെയ്യും. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. രാഷ്ട്രീയ കലാ മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. കുടുംബാംഗങ്ങളുമായി വിനോദ യാത്ര ചെയ്യുവാൻ സാധിക്കും. ഭൂമി ഇടപാടിലൂടെ വളരെയധികം ലാഭം വന്നുചേരും. ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്കാണ് നിങ്ങൾ ഇനി കുതിക്കുവാൻ പോകുന്നത്. തൊഴിൽ തേടുന്നവർക്ക് സ്ഥിരമായ ആദായം തുറക്കപ്പെടും. മിതവ്യയം ശീലിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. ജൂണിന് ശേഷം തൊഴിലിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാവണമെന്നില്ല. പഠന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കുറയുവാനും നിങ്ങൾക്ക് ഇടയുണ്ട്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. വാഗ്ദാനം പാലിക്കാൻ ശ്രമിക്കും. നേതൃസിദ്ധി അംഗീകരിക്കപ്പെടും. ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വായ്പകൾ കൈവരാം. ഋണബാധ്യതകളിൽ നിന്ന് ഭാഗികമായി മുക്തി വന്നു ചേരുന്നതാണ്. വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീർപ്പുണ്ടാകും. വർഷത്തിന്റെ രണ്ടാം പകുതിക്ക് തിളക്കം കുറയുകയും ചെയ്യും. സാംക്രമിക രോഗങ്ങൾ, പാതരോഗം, വിഷാദരോഗം ഇവ മൂലം വളരെയധികം കഷ്ടപ്പെടുവാൻ നിങ്ങൾക്ക് ഇടവരുന്നതാണ്. എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം